ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്. തുടർന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമുമ്പാകെ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, വടക്കഞ്ചേരി സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് വർഗീസ് അവറുകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പട്ടാമ്പി സെൻറ്ററിന് നേതൃത്വം കൊടുക്കുകയും ഈ കഴിഞ്ഞ 21 വർഷങ്ങളിൽ ഈ യോഗത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജെ തോമസ് കുമിളി, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ശക്തമായി ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗത്തിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റേജിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും അവർക്കും ഈ യോഗത്തിലേക്ക് വന്ദനം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം പറയുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷ വിജയകരമായി തീരുവാൻ, നമുക്കേവർക്കും അനുഗ്രഹകരമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പാകെ ഇരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പട്ടാമ്പി സെൻറ്ററിൻ്റെ സുവിശേഷ യോഗങ്ങളുടെ ഈ രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ പാസ്റ്റർ കെ വി ഷൈജു അവർകൾ, ഈ അനുഗ്രഹീതമായ സെൻറ്ററിന് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറുമായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ദേവസി അവർകൾ, IPC ഒലവക്കോട് സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ MK ജോയ്, ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, എനിക്ക് ഒത്തിരി കടപ്പാടുകളുള്ള കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോർജ് N. എബ്രഹാം, IPC വടക്കാഞ്ചേരി സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് വർഗീസ്, പാലക്കാട് നോർത്ത് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PV മാത്യു, മറ്റേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ദൂരത്തും ചാരത്തും വീടുകളിലും വീഥികളിലും വഴിയോരങ്ങളിലുമൊക്കെയായി ശബ്ദവാഹിനിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഉച്ചഭാഷണിയുടെ ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, ലിവിങ് വേയിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവിൻ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ശ്രുതി മധുരങ്ങളായ ആത്മപ്രചോദനങ്ങളായ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പോരാ, ശബ്ദമുയർത്തി നല്ലൊരു സ്തോത്രമെന്ന് പറയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എപ്പോഴൊക്കെ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു അപ്പോഴൊക്കെ നിറകണ്ണുകളോടെ ഞങ്ങൾക്ക് സ്തോത്രം പറയുവാനുള്ളത് അങ്ങയുടെ ഓമനപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന അതുല്യമായ സ്നേഹമോർത്താണ്. ഇന്ന് രാത്രിയും ആ ദൈവസ്നേഹത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിക്കണമേ.
ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളുണ്ട്. നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തികൾ, വെളിച്ചത്തിനെതിരെ നിൽക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങൾ, സത്യത്തിനെതിരെ വാദിക്കുന്ന അസത്യത്തിൻ്റെ വാദഗതികൾ എത്ര പ്രബലമെങ്കിലും പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിലെ വചന ശുശ്രൂഷകൾക്ക് വിരോധമായി ചലിക്കാവുന്ന ഇരുളിൻ്റെ അധികാരങ്ങളോട് ഈ രാത്രി ഞങ്ങൾ ആമർച്ചയായി കൽപ്പിക്കുന്നു, വഴി മാറി പോകുക. ഇന്ന് രാത്രി സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റും? 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദ പുസ്തകത്തിലെ ഏതൊരു പുസ്തകങ്ങളിലെയും അധ്യായങ്ങളിലെയും സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് യോഹന്നാൻ 3:16. അല്ല, മഹാദൈവം തൻ്റെ തിരുഹൃദയം മനുഷ്യ മുൻപാകെ തുറന്നു കാണിക്കുകയാണ് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം. നമ്മുടെ മലയാള പരിഭാഷയിൽ ഇല്ലാത്ത ഒരു പദപ്രയോഗം മറ്റ് പരിഭാഷകളിലുണ്ട്. ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എത്ര പേർക്ക് നല്ല ആമേൻ ആ ഒരൊറ്റ വാചകത്തിന് മാത്രം പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ആദാമ്യ പാപം എന്താണെന്നറിയണം. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഉപദേശി, ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചു പഴം പറിച്ചു തിന്നു എന്നുള്ളതാണോ മനുഷ്യനെ നരകത്തിലിടാൻ മാത്രം, ഇതിനും മാത്രം വലിയ പാതകം? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു കൊച്ചു പഴം പറിച്ചു തിന്നു എന്നുള്ളതാണ് ആദാമ്യ പാപമെന്നാണ്. അല്ല, ഏദനിലെ പാപം 3 ശ്രദ്ധിച്ചു കേൾക്കണം. 1, മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു. 2, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. 3, മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ചു. അല്പം കൂടെ വ്യക്തമാക്കാം. പിശാചു വന്ന് ഹവ്വായോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതിന് ഹവ്വ പറയുന്ന മറുപടിയില്ല, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നും തൊടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി കിടക്കുന്നില്ല. പക്ഷെ പിശാച് നയപരമായി, തന്ത്രപരമായി ഹവ്വായോട് പറയുന്നു, എന്തിനാ ഇത് തിന്നരുത് എന്ന് ദൈവം പറഞ്ഞതെന്നറിയാമോ? തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും, ദൈവത്തിന് അത് താല്പര്യമില്ല. അപ്പോഴാണ് അമ്മാമ്മ ചിന്തിക്കാൻ തുടങ്ങിയത്, അത് പറ, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, ഇതിൻ്റെ മാത്രം ഫലം തിന്നരുതെന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്ന അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്, ദൈവം അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. വിലക്കപ്പെട്ട കനിയിലേക്ക് മനുഷ്യൻ്റെ കൈ നീളപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു. 2, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. ദൈവം പറയുന്നു, ഈ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ പിശാച് പറയുന്നു, തിന്നാൽ നിങ്ങൾ ജീവിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നു, ഹവ്വ വൃക്ഷഫലം പറിച്ചു തിന്നത് മരിക്കാനാണോ ജീവിക്കാനാണോ? മറുപടി, മരിക്കാനല്ല തിന്നത്, ജീവിക്കാനാണ് തിന്നത്. അപ്പൊ ദൈവം പറഞ്ഞത് അവൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ആ വൃക്ഷഫലം തിന്നില്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു, സാത്താനെ വിശ്വസിച്ചു. ഏദനിലെ 2ാമത്തെ പാപം അവിശ്വാസമാണ്. 3, ഏദനിലെ പാപം കൽപ്പനാലംഘനമാണ്. ദൈവം അരുത് എന്ന് പറഞ്ഞ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. മനുഷ്യൻ അതിര് ഭേദിച്ചു. ദൈവസ്നേഹത്തെ സംശയിച്ച, ദൈവത്തെ അവിശ്വസിച്ച, ദൈവകൽപ്പനയെ ലംഘിച്ച മനുഷ്യൻ എന്തു സംഭവിച്ചു? സങ്കീർത്തനങ്ങൾ 8-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നിന്റെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവനെന്ത്, മനുഷ്യപുത്രനെ വിചാരിപ്പാൻ അവൻ എന്തും മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം
അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പൊ ഒന്ന്, പാപത്താൽ മനുഷ്യന് അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവന്റെ ബഹുമാനം നഷ്ടപ്പെട്ടു. രണ്ട്, പാപത്താൽ മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു. മൂന്ന്, പാപത്താൽ മനുഷ്യന് ദൈവവുമായി ഉണ്ടായിരുന്ന സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യ, ബഹുമാനം നഷ്ടപ്പെട്ട മനുഷ്യ, പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യ, ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യ. ഇനി നിനക്ക് തേജസ് തിരിച്ചു വേണോ? ബഹുമാനം തിരിച്ചു വേണോ? പറുദീസ തിരികെ വേണോ? ദൈവത്തെ മടക്കി വേണോ? വേണമെങ്കിൽ നീ പിറകോട്ടെടുത്തു വെച്ച 3 സ്റ്റെപ്പുകൾ ഇനി നീ മുൻപോട്ടെടുത്തു വെക്കണം. നീ ദൈവ സ്നേഹത്തെ സംശയിച്ച സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയണം. നീ ദൈവത്തെ അവിശ്വസിച്ച ഇടത്ത് നീ ദൈവത്തെ വിശ്വസിക്കണം. നീ ദൈവകൽപ്പനയെ ലംഘിച്ച സ്ഥാനത്ത് ദൈവം എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഒരു വിനയ വിധേയത്വ മനോഭാവം നിനക്കുണ്ടാകണം. ആ സന്ദേശത്തിന്റെ ആകത്തുകയാണ് വിശുദ്ധ ബൈബിൾ എന്നിന്ന് രാത്രി ഞാൻ ഉറക്ക വിളിച്ചു പറയുമ്പോൾ ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ തൻ്റെ സ്നേഹത്തെ സംശയിച്ച മനുഷ്യനോട്, മനുഷ്യ, നീ എൻ്റെ സ്നേഹത്തെ സംശയിക്കേണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചരിത്രത്തിൽ ഒരിക്കൽ കൂടെ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് തിരുമനസ്സായി. ആ ദൈവസ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രദർശനമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമ സന്ദേശം എന്ന് പറയാൻ ഇന്ന് രാത്രി എനിക്ക് അവസരം തന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങൾ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. ഒന്ന്, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, അത് അനാദി സ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിത്യ സ്നേഹത്താൽ, യിരെമ്യാ 31:3, നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിന്നോട് ദീർഘമാക്കിയിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യ സ്നേഹമാണ്. നിത്യസ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ നിത്യത എന്താണെന്ന് അറിയണം. എന്താ നിത്യത എന്ന് പറയുന്നത്? നിത്യത എന്ന് പറയുന്നത് ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ ദൈവം രണ്ടായി വെട്ടിമുറിച്ചു. ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താ പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് ഒരാരംഭമില്ല, എന്നാൽ അതിനൊരവസാനമുണ്ട്. എന്താണ് വരുംകാല നിത്യത? വരുംകാല നിത്യതയ്ക്ക് ഒരാരംഭമുണ്ട്, എന്നാൽ അതിനൊരു അവസാനമില്ല. അപ്പൊ ആരംഭം ഇല്ലാത്തതും എന്നാൽ അവസാനമുള്ളതും, അവസാനമില്ലാത്തതും എന്നാൽ ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിൻ്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1 നാം വായിക്കുക, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ ആദിയല്ല, സമയത്തിൻ്റെ ആരംഭമാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ആരംഭമല്ല, ദൈവത്തിൻ്റെ ഉൽപ്പത്തിയല്ല, സമയത്തിൻ്റെ ആരംഭമാണെങ്കിൽ ആ സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് ആ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ പാടുക, കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം
ദൈവത്തിന് സ്തോത്രം. നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അത് അനാദി സ്നേഹമാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിരിപ്പുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അത് മനസ്സിലാകാത്തവർക്ക് അല്പം കൂടെ ലളിതമാക്കി അനാദി സ്നേഹം എന്താണെന്ന് ഞാൻ തരാം. എൻ്റെ വീട്ടിൽ ഞങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് 4 പേരാണുള്ളത്. എൻ്റെ മാതാപിതാക്കൾക്ക് മക്കൾ ഞങ്ങൾ 4 പേർ. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. എനിക്ക് ഇളയതൊരു പെങ്ങളുണ്ട്. അതിനുശേഷം 2 അനുജന്മാരുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായെന്ന് അമ്മ അറിഞ്ഞപ്പം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പം മുതൽ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമല്ലേ എത്ര സൂക്ഷിച്ച അന്ന് എൻ്റെ അമ്മ ജീവിച്ചത്. ആണാണോ എന്നറിഞ്ഞുകൂടാ, പെണ്ണാണോ എന്നറിഞ്ഞുകൂടാ. ഞാൻ ഈ മണ്ണിൽ പിറന്നിട്ടില്ല, എൻ്റെ മുഖം കണ്ടിട്ടില്ല. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഗർഭസ്ഥ ശിശു എന്ന നിലയിൽ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എത്ര സൂക്ഷിച്ച അമ്മ ജീവിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എത്ര ആഹാരങ്ങൾ അമ്മ വേണ്ടെന്ന് വെച്ചു. അമ്മ ഛർദ്ദിച്ചതിനൊക്കെ കയ്യും കണക്കുമുണ്ടോ? അപ്പോൾ അത്രയും ത്യാഗമൊക്കെ സഹിക്കാൻ കാരണം എന്നോടുള്ള സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായെന്നറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ മുഖം കണ്ട് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ വല്യപ്പനും എൻ്റെ വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് സഹോദരങ്ങൾ ഉണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, അല്ല എൻ്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ല അതിനപ്പുറത്തേക്ക് പോയാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ എന്നെ അനാദിയിലെ സ്നേഹിച്ചിരുന്നു. ആ ദൈവ സ്നേഹമാണ് ഇന്ന് രാത്രി ഈ കസാരയിലിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ലഭിക്കപ്പെട്ട അവസരമെന്നോർത്ത് അതരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ, കരമുയർത്തി, ആർത്ത ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. അനാദി സ്നേഹത്തിന് വേദപുസ്തകത്തിൽ നിന്ന് 2 തെളിവ് ഞാൻ തരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കേണ്ട 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു മാർത്തയെ സ്നേഹിച്ചു. 2 അവളുടെ സഹോദരിയെ സ്നേഹിച്ചു, അർത്ഥാൽ മറിയെ സ്നേഹിച്ചു. 3 യേശു ലാസറിനെയും സ്നേഹിച്ചു. പല പ്രാവശ്യം മറിച്ചും തിരിച്ചും ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ കൊച്ചു മനസ്സിലേക്ക് വന്ന ചിന്ത, എന്തിനാ ഓരോരുത്തരുടെ പേരെടുത്തിട്ട് മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു, ലാസറിനെ സ്നേഹിച്ചു എടുത്ത് പറയുക. അങ്ങനെ പറയാതെ അവരെ സ്നേഹിച്ചു എന്ന് അങ്ങ് പൊതുവായി പറഞ്ഞ പോരെ. അങ്ങനെ പറയാതെ ഓരോരുത്തരുടെ പേരെടുത്തെടുത്ത് പറയുക. എന്താ അങ്ങനെ പറയാൻ കാരണം? മാർത്തയെ സ്നേഹിക്കാൻ കാരണമുണ്ട്. മാർത്തയെ പോലെ സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വത്തെ ആരാ സ്നേഹിക്കാത്തെ? ആരും സ്നേഹിച്ചു പോകും. എന്താ മാർത്തയുടെ സ്വഭാവ സവിശേഷത? വീട്ടിൽ വരുന്ന അതിഥികളെ ഹൃദ്യമായി സ്വീകരിക്കുന്ന, അവർക്ക് ആതിഥ്യ മര്യാദ കാണിക്കുന്ന നല്ലൊരു സ്വഭാവ സവിശേഷത. യേശുവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോഴൊക്കെ യേശുവിനെയും ശിഷ്യന്മാരെയും ആർദ്രവമായി സ്വീകരിച്ചിട്ടുണ്ട്, ആതിഥ്യ മര്യാദ കാണിച്ചിട്ടുണ്ട്, ഭൗതികമായി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പം മാർത്തയെ സ്നേഹിക്കാൻ കാരണം ഭൗതികമായി യേശുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചതാണ്. 2 മറിയെ സ്നേഹിച്ചു. എന്താ മറിയെ സ്നേഹിക്കാൻ കാരണം? ഭൗതികമായി യാതൊരു ഗുണങ്ങളും മറിയയിലില്ല. എന്നാൽ കിട്ടുന്ന അവസരം ആത്മീകമായി വളരാൻ അവൾ പരിശ്രമിക്കുന്നവളാണ്. അപ്പം മറിയെ സ്നേഹിക്കാൻ കാരണം ആത്മീകമായി വളരാനുള്ള തീവ്രമായ ആഗ്രഹമാണ്. ഇതൊരു സെൻട്രൽ കൺവെൻഷനും കൂടെ ആയതുകൊണ്ട് ഒരു ചെറിയ പ്രബോധനം ഞാൻ പറയുകയാണ്.
സഹോദരങ്ങളെ, ഭൗതികമായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരോട് യേശുവിന് സ്നേഹമുണ്ട്. ആത്മീകമായി വളരാൻ പരിശ്രമിക്കുന്നവരോടും യേശുവിന് സ്നേഹമുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമന്വയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അവരോട് തമ്പുരാന് പെരുത്ത സന്തോഷമാണെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ എൻ്റെ ആ വാക്കിന് ആമേൻ പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഞാൻ പറയാൻ കാരണം, ചിലർ ഈ പൊതുപ്പണി എന്ന് പറഞ്ഞാൽ സമയത്തിന് മുമ്പ് വരും. പക്ഷെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ ആ ദേശത്ത് കാണുകയില്ല. ചിലര് ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ച് കളയും. പക്ഷെ ഭൗതിക കാര്യങ്ങളിൽ അവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഇന്ന് രാത്രി കസാരയിലിരുന്ന് പറ, കർത്താവേ, ആത്മീക വിഷയത്തിലും ഭൗതിക കാര്യങ്ങളിലും ഒരുപോലെ വിശ്വസ്തയായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നാൽ അത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക്, ദൈവനാമ മഹത്വത്തിന് ഉപയുക്തമാകുമെങ്കിൽ ഇന്ന് രാത്രി എന്നെ അതിനായി സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ എത്ര പേര് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ തിരുന്നേരം ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം മാർത്തയെ സ്നേഹിക്കാൻ കാരണം ഭൗതികമായി ശുശ്രൂഷിച്ചത്, മറിയെ സ്നേഹിക്കാൻ കാരണം ആത്മീകമായി വളരാനുള്ള തീവ്രമായ ആഗ്രഹമാണ്. എന്നാൽ അവരെ രണ്ടുപേരെയും മാത്രം യേശു സ്നേഹിച്ചെന്നല്ല, പിന്നെ ലാസറിനെയും സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അന്ന് ലാസർ കല്ലറയിൽ നിന്ന് പുറത്തൊന്നും വന്നിട്ടില്ല, പന്തിക്കെട്ടിരുന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പല പ്രാവശ്യം യേശു ആ വീട്ടിൽ ചെന്നപ്പോഴൊക്കെ ഭൗതികമായി അവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ആത്മീകമായി വളരാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ അവസരങ്ങളൊന്നും അവൻ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നിരുത്തരവാദിത്വപരമായ നിലപാടെടുത്തൊരു ചെറുപ്പക്കാരൻ. എത്രയോ അവസരങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു, പക്ഷേ അവസരങ്ങളെല്ലാം അവൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വർത്തമാനകാലത്ത് സ്നേഹിക്കപ്പെടാൻ അവനിൽ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും തൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും നാളുകളുടെ നീളകളിൽ അവൻ തൻ്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും ഒരു വലിയ കൂട്ടം യഹൂദന്മാർ അവനിലൂടെ തന്നെ വിശ്വസിക്കാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവൻ്റെ വർത്തമാനകാല അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. ആ സ്നേഹത്തിന് പറയുന്ന പേരാ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നിന്ന് രാത്രി സ്തോത്രം ചെയ്തു പറയുമ്പോൾ ആധാരം തുറന്ന് നന്ദി പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? ഈ സ്തോത്രം പോരാ, ശബ്ദമുയർത്തി, കരമുയർത്തി ഈ രാത്രി സ്തോത്രം പറയാ. അതെ, അതാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, കാലെക്കുട്ടിയുള്ള സ്നേഹം. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. യേശു ഗദരദേശത്തേക്ക് ചെല്ലുകയാണ്. ഗദരദേശത്തേക്ക് യേശു ചെല്ലുമ്പോൾ 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, 6000 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. കുറച്ച് പന്നികൾ അവിടെ മേയുന്നു, അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ ഒത്തിരി ചിരി വന്നു. ഭൂതങ്ങൾ 6000 ഉണ്ടായിരുന്നു, പക്ഷെ അഭിപ്രായം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. വല്ല മനസ്സിലാകുന്നുണ്ട്? ഭൂതങ്ങൾ 6000 ഉണ്ടായിരുന്നു, പക്ഷെ അഭിപ്രായം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇടയിലെ പ്രശ്നം യോഗങ്ങളില്ലാത്തതല്ല. 6 പേരെ ഉള്ളതിലും 6000 അഭിപ്രായ. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, യോഗങ്ങൾ ഒത്തിരി നടത്തുന്നതിലല്ല, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും മനുഷ്യാത്മാക്കളുടെ വിടുതലിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും തടസ്സമായി വ്യാപരിക്കുന്ന അനൈക്യതയുള്ള ശക്തികളെ, ഭിന്നതയുടെ വ്യാപാരങ്ങളെ, ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അധികാരത്തോടെ ശാസിക്കാൻ കൃപ ലഭിച്ച എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായവർ മാത്രം ആ കരമടിച്ച് ആധാരം തുറന്ന് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ 6000 ഭൂതങ്ങൾ യേശുവിനോട് വന്ന് പറയുകയാണ്, പന്നിയിലോട്ട് പോകാൻ ഞങ്ങളോട് പറ. ഭൂതങ്ങളാണേലും ഒറ്റക്കെട്ടായിട്ട് കാര്യം ചോദിച്ചാൽ അതങ്ങനെ നടക്കട്ടെന്ന് തമ്പുരാനും അങ്ങ് വെക്കും. പൊക്കൊള്ളാൻ പറഞ്ഞു. 6000 ഭൂതങ്ങൾ ചെന്ന് കയറിയത് 2000 പന്നിയിലേക്ക്. അപ്പൊ 2000 പന്നികളിൽ 6000 ഭൂതങ്ങൾ ചെന്ന് കയറുമ്പോൾ ഒരു പന്നിയിൽ 3 ഭൂതങ്ങൾ വീതം കയറിയിട്ടുണ്ട്. ഓരോ പന്നിയിലും 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോൾ പന്നികൾ 2000 തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തേക്കാം. 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടി ചത്തു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആത്മഹത്യ ചെയ്തു. പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടിട്ട് പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലിക്കും ഒരു ഇഴജാതിക്കും ഒരു പക്ഷിക്കും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്നാന്ന് അറിയാൻ വയ്യ. ജനിച്ചു പോയത് കൊണ്ട് അങ്ങ് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അതുങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഈ ബ്രഹ്മാണ്ഡ ഘടകത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതും അവസാനിപ്പിക്കാൻ പറ്റുന്നതും മനുഷ്യന് മാത്രമാണ്. അത് ഞാൻ പിന്നീട് വ്യക്തമാക്കാം. അപ്പം ഈ പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഈ 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടി ചാകാൻ കാരണം എന്താ? ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താ? അത് പന്നികളുടെ സ്വഭാവമല്ല, പന്നികൾ കയറിയ ദുരാത്മാക്കളുടെ സ്വഭാവ വൈകല്യ. അപ്പൊ ഈ 6000 ഭൂതങ്ങളുടെ പ്രത്യേകത ഇത് കയറുന്നതിനെ കൊല്ലിക്കുന്നതാ, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഭൂതങ്ങളുടെ സ്വഭാവം. എല്ലാ ഭൂതങ്ങളും ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതല്ല. പിന്നെ കയറിയ ഭൂതം ഏത് സ്വഭാവം ഉള്ളതാണെന്ന് അറിയണമെങ്കിൽ കയറിയ ആളുടെ പെരുമാറ്റം നോക്കിയാൽ മതി. വ്യത്യസ്തമാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ ഇതൊരു കാര്യം സത്യമാണ്, 1999 അല്ല 2000 ഒരുപോലെ കടലിൽ ചാടി ചാകണമെങ്കിൽ ഈ ദുരാത്മാക്കളുടെ പ്രത്യേകത ഇത് ആത്മഹത്യ പ്രവണതയുള്ള ആത്മാവാണ്. ഇത് കയറുന്നതിനെ കൊല്ലിക്കുന്ന, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ആത്മാവാണ്. ഇന്ന് രാത്രി ഞാനിവിടെ നടത്തുന്നത് ഒരു മതപ്രഭാഷണമല്ലല്ലോ, ഈശോ സന്ദേശമല്ലല്ലോ, ഒരു സുവിശേഷ പ്രസംഗമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വീടുകളിൽ, വീഥികളിൽ, വഴിയോരങ്ങളിൽ, ഈ ശബ്ദവാഹിനിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രങ്ങളെ, ആത്മഹത്യയുടെ പിന്നിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവാണ്. ജീവിതത്തിൽ തകർച്ചകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ അല്ല, വ്യക്തമായ കാര്യകാരണങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോൾ പോലും മനസ്സിൽ ശൂന്യതാബോധമിട്ട് ആർക്കു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, ജീവിച്ചിട്ട് ആർക്ക എന്തു പ്രയോജനമെന്ന് പറഞ്ഞ് ചാക് ആത്മഹത്യ ചെയ്യ്. ദൈവം നിനക്ക് തന്ന ആയുസ് പൂർത്തീകൃതമാകുന്നതിന് മുമ്പ് നിന്നെ മരണത്താൽ, ആത്മഹത്യയാൽ ഈ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാൻ ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ഏതെങ്കിലും ദുരാത്മാവുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ദൈവ വചനവും യേശുവിന്റെ നാമവും ഇന്ന് രാത്രി ഇവിടെ ഉയരുമ്പോൾ ആത്മഹത്യകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി വെട്ടിമാറപ്പെടട്ടെ. അതരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇന്ന് രാത്രി, എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരെ കരമടിച്ച് ആധാരം തുറന്ന് ഒരു മിനിറ്റ് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ ഈ രാത്രി കുട്ടിയിരിക്കുന്ന ആത്മഹത്യ പ്രവണതയുള്ള പൈശാചിക വ്യാപാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്താൽ, സുവിശേഷത്താൽ, യേശുവിന്റെ നാമത്താൽ ആ ഇരുളിന്റെ വ്യാപാരങ്ങളെ ദൈവാത്മാവ് തകർക്കട്ടെ. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ പറ്റും? ഈ 6000 ഭൂതങ്ങൾ കയറുന്നതിനെ കൊല്ലുന്ന, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ദുരാത്മാക്കളായിരുന്നു. ഈ മനുഷ്യനിൽ ഈ ഭൂതങ്ങൾ വർഷങ്ങൾ കുടിയിരുന്നു. വർഷങ്ങൾ ഈ മനുഷ്യനെ ഈ ദുരാത്മാക്കൾ കൊണ്ടു നടന്നു. എന്തിനാ കൊണ്ട് നടന്നേ? ജീവിപ്പിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ കൊണ്ട് നടന്നേ? കൊല്ലാനാ കൊണ്ട് നടന്നേ, ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ കൊണ്ട് നടന്നേ. പക്ഷെ ഞാൻ ചോദിക്കുന്നു, വർഷങ്ങൾ ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ഒരു ഭ്രാന്തനായി ഭൂതങ്ങൾ, 6000 ഭൂതങ്ങൾ കൊണ്ടു നടന്നിട്ടും ഇവനിൽ കുട്ടിയിരുന്നിട്ടും എന്തേ ഇവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ, ഇവനെ കൊല്ലാൻ ഈ ഭൂതങ്ങളെ കൊണ്ട് പറ്റിയില്ല? മറുപടി ഞാൻ പറയാം. ബെക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറിയാക്കാൻ എൻ്റെ തമ്പുരാന്റെ പദ്ധതി അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60 ലക്ഷം ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളി
തള്ളിയാലും അവൻ്റെ ഒരു തലമുടി നാടിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കുകയല്ല. ഇന്ന് രാത്രി എഴുതി വെച്ചോ, എൻ്റെ തമ്പുരാന്റെ പദ്ധതി നിന്റെ മേൽ നിറവേറപ്പെടാനുണ്ടെങ്കിൽ മുഴു ലോകത്തിന്റെ ശക്തികളും അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളും ഈ രാത്രി നിനക്കെതിരെ വീറോടെ വെല്ലുവിളിച്ചാലും നിന്റെ ഒരു തലമുടി നാരിനെ ഒരു ദുഷ്ടശക്തിയും തൊടാൻ ഇടവരാതെ തന്റെ സംരക്ഷണ കവചത്തിനകത്ത് നിന്നെ മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആ മനുഷ്യന് സുബോധം വന്നു കേട്ടോ. അദ്ദേഹം വസ്ത്രം ധരിച്ചു, ഭ്രാന്തൊക്കെ മാറി, ദക്കപ്പൊലി നാട്ടിൽ യേശുവിനെ പ്രസംഗിച്ച് നടക്കുക. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കാം, നീ എങ്ങനാ ഇങ്ങനായത്? അതിന് അവൻ പറയാൻ സാധ്യതയുള്ള മറുപടി, 6000 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട് ഒരു മുഴുഭ്രാന്തനായി വസ്ത്രം ധരിക്കാതെ നഗ്നനായി നാട്ടുകാർ വെച്ചുപിടിപ്പിച്ച ചങ്ങലയൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് ശവക്കല്ലറകളിൽ രാപാർത്ത് നാട്ടുകാർക്ക് മുഴുവൻ പേടി സ്വപ്നമായി, അപ്പന് വേണ്ടാത്തവനായി, അമ്മയ്ക്ക് വേണ്ടാത്തവനായി, സഹോദരങ്ങൾക്ക് വേണ്ടാത്തവനായി, വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവനായി, അല്ല എനിക്ക് പോലും എന്നെ വേണ്ടാത്തവനായി ഞാനൊന്നും മരിച്ചു കാണാൻ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 6000 ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടു നടന്ന ഒരു ഭൂതകാലഘട്ടമുണ്ടായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയത്തില്ലായിരുന്നെങ്കിലും ഞാനും എൻ്റെ ദൈവവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആർക്കും എന്നെ വേണ്ടാതിരുന്നപ്പോഴും 6000 ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടു നടന്നപ്പോഴും മുഴുഭ്രാന്തനായി നടന്നപ്പോഴും വീട്ടുകാരും നാട്ടുകാരും എൻ്റെ മരണം കാത്തു കഴിഞ്ഞപ്പോഴും ഞാൻ പോലും അറിയാതെ തൻ്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അതരം തുറന്ന് ഇതിനൊക്കെ ആമേൻ പറയാൻ അകത്ത് കൃപയുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അത് ലാസറിന്റെയും ഭൂതഗ്രസ്തന്റെ അനുഭവം മാത്രമല്ല, നമ്മുടെ അനുഭവം കൂടെ. മനസ്സിലായവരാ കര ഉയർത്തി സ്തോത്രം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഒന്ന് ഓർത്തി. ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നവരുണ്ട്. കത്തിക്കുത്ത, അടിപിടി, സംഘർഷങ്ങൾ. എൻ്റെ തമ്പുരാനെ ഏതെല്ലാം ഏടാകൂടത്തിൽ പോയി ചാടിയതാ. ഒരു നല്ല സ്തോത്രം പറ. അന്നെങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ കസാര കാണുകയല്ല, ജയിലിൽ കിടന്ന് ഇപ്പം ഗോതമ്പ് ചപ്പാത്തിയാ. സന്ധ്യയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് കിടക്കണ്ട. അന്ന് ആത്മഹത്യ എന്നൊക്കെ രക്ഷപ്പെട്ടപ്പോഴേ, ആ അടിപിടി എന്നൊക്കെ രക്ഷപ്പെട്ടപ്പോഴേ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, സമയം നല്ലതായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടതാ. പക്ഷേ രക്ഷിക്കപ്പെട്ട് ഇന്ന് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതുമല്ല. അന്ന് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പാപിയായിരുന്നു, ശത്രുവായിരുന്നു, ബലഹീനനായിരുന്നു, ദൂരസ്ഥനായിരുന്നു. എനിക്ക് എൻ്റെ ദൈവവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ദൂരസ്ഥനായിരുന്നെങ്കിലും, ഞാൻ ശത്രുവായിരുന്നെങ്കിലും, ഞാൻ പാപിയായിരുന്നെങ്കിലും, ഞാൻ ബലഹീനനായിരുന്നെങ്കിലും, ഞാൻ അഭക്തനായിരുന്നെങ്കിലും അന്നേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നേ. അന്നേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നേ. ആ ദൈവത്തിൻ്റെ സ്നേഹമല്ലേ, ആ ദൈവത്തിൻ്റെ നിയമനമല്ലേ ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ ഈ ഉച്ചഭാഷണിയുമായി നിൽക്കാൻ, ഇന്ന് രാത്രി വേദിയിൽ ഇരിക്കാൻ, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ കസാരയിൽ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ നമുക്ക് അവസരം ലഭ്യമായത്. അതുമാത്രം പോരെ, പരിസരം മറന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ മനസ്സിലായവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ആധാരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ റബ ശംധനാഥന, എല്ലാ കരങ്ങളും അടിക്കട്ടെ. ഇതൊരു സുവിശേഷ യോഗമാണെന്ന് ഇന്ന് രാത്രി എനിക്കറിയാം. എങ്കിൽ പോലും യേശുവിന് നന്ദി പറയാൻ ലഭിക്കുന്ന ഒരു അവസരം ഇന്ന് രാത്രി നഷ്ടപ്പെടുത്തരുത്. ഈ ഉച്ചഭാഷണി ഒന്ന് താഴെ വെച്ച് ഞാൻ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. എന്നോട് ചേർന്ന് കരമടിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക.
അപ്പൊ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അനാദി സ്നേഹമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നിത്യ സ്നേഹമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കാലെ കൂട്ടിയുള്ള സ്നേഹമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നും ഇല്ലാതെ ഇരിക്കെ എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നോർത്തോർത്ത് ആമേൻ പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ശബ്ദമുയർത്തി കരമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. അതേ ദൈവത്തിന്റെ സ്നേഹം അനാദി സ്നേഹം. 2, എൻ്റെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം. എനിക്കിന്ന് 43 വയസ്സുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഓഗസ്റ്റ് മാസം ആകുമ്പോൾ 44ലേക്ക് കയറും. എൻ്റെ സമപ്രായക്കാർക്കല്ല, ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഞാനീ പറയുന്നത് മനസ്സിലാവും. നമ്മുടെ അപ്പന്മാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. പാലക്കാടും വയനാടും ഹൈറേഞ്ചും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പലയിടത്തു നിന്നൊക്കെ കുടിയേറി വന്നവരല്ലേ. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഭയെ കൂടെ പറയാറുണ്ട്. വേറെ ഒന്നിനും സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ഈ തലമുറയിൽ ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്വോത്രം പറയണം. എന്തോ നല്ല ഉടുപ്പായിട്ടേക്കുന്നു, എന്നാ നല്ല പാൻ്റാ അല്ലേ, എത്രയോ നല്ല ഫുഡാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറയാമോ? പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാം. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. എന്തോ നല്ല ഡ്രസ്സാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്, എന്തോ നല്ല വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്തു വന്നത്, എത്ര മനോഹരമായ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത്രയും നല്ല ആഹാരം കിട്ടിയത്, ഇത്രയും നല്ല വസ്ത്രം ധരിക്കാൻ പറ്റിയത്, ഇത്ര മനോഹരമായ വീട്ടിൽ പാർക്കാൻ പറ്റിയത്, നല്ല കാറയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയത്, ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതുകൊണ്ടാണ്. ഒരു 10-80 കൊല്ലം മുമ്പെങ്ങാനും ഈ ഭൂമി ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായേനെ? അപ്പം മറ്റൊന്നിനും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഈ കാലത്ത് ജീവിക്കാൻ, ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിന് അധരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമുയർത്തി ആർത്ത ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ അപ്പന്മാർക്കൊന്നും ഈ സുഖ സൗകര്യങ്ങൾ കിട്ടിയിരുന്നില്ല. സത്യത്തിൽ അവർക്കായിട്ട് ജീവിച്ചവരല്ല, നമുക്കായിട്ട് ജീവിച്ചവർ. അന്നത്തെ അപ്പന്മാരെ കുറിച്ച് മക്കൾക്കൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പൻ്റെ അടുക്കൽ ചെന്ന് നേരിട്ട് മക്കൾക്ക് കാര്യം പറയാൻ പറ്റില്ല. അമ്മ വഴി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അമ്മയ്ക്കും എപ്പോഴും ചെല്ലാൻ പറ്റില്ല. അപ്പൻ്റെ നേരവും കാലവും ഭാവവ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വേണം അമ്മയ്ക്കും ചെല്ലാൻ. അന്നത്തെ മക്കൾ അമ്മമാരോട് പരാതി പറഞ്ഞു, അമ്മ ഇതെന്നാ ഒരു ജീവിതം അമ്മേ, ഇവിടുത്തെ അപ്പൻ എന്നാ അപ്പനാ. അപ്പുറത്തെ സാബുവിൻ്റെ അപ്പനെ നോക്കിക്കുക, അവിടെ എല്ലാവരും കൂട്ടുകാരെ പോലെ, ഇവിടോ കാണ്ടാമൃഗത്തെ പോലെ, ഇതെന്നാ ഒരു ജീവിതം. അന്ന് ദൈവകൃപയുള്ള അമ്മമാരെ മക്കളോട് പറഞ്ഞടാ, അപ്പുറത്തെ സാബുവിൻ്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ നിൻ്റെ അപ്പൻ. പക്ഷെ നിൻ്റെ അപ്പനൊരു കുഴപ്പമുണ്ട്, സ്നേഹം അകത്താ, പുറത്ത് കാണിക്കാൻ അറിയത്തില്ല. ഈ അപ്പൻ വല്യപ്പനായി, ഈ മോൻ അപ്പനായി. ഈ മോൻ്റെ കൊച്ചിനെ അപ്പൻ തോളെ വെച്ച് വട്ടം കറക്കിയപ്പോഴാണ് ഈ മോന് മനസ്സിലായത് അപ്പൻ്റെ സ്നേഹം അകത്ത് മാത്രമല്ലായിരുന്നു, പുറത്ത് കാണിക്കാനും അറിയായിരുന്നു. പക്ഷെ സമയം വൈകിപ്പോയി. എനിക്കെല്ലാവരോടും സ്നേഹം അകത്താ, പുറത്ത് കാണിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നവരോട് എൻ്റെ വിനീതമായൊരു ചോദ്യം, നിങ്ങളെപ്പോലെ എല്ലാവരും കൂടെ തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ ഗതി എന്നാവും? അപ്പം അകത്ത് സ്നേഹമുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാനുള്ളതല്ല, അത് പ്രദർശിപ്പിക്കാനുള്ളതാണ്. ഇതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, മറയപ്പെട്ട സ്നേഹമല്ല, സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണെന്ന് ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പറയുമ്പം ആധാരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ
സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മമാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച കിടക്കുന്ന രംഗം അല്ലേ, ഒരു ജെസ്സി, ഇവിടെ ഒരു ജെസ്സി പ്രസവിച്ച് കിടക്കാന്നിരിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ധോനിയിൽ ഏതെങ്കിലും ജെസ്സിമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം, യോഗം കഴിയുമ്പോൾ വെറുതെ വിട്ടേക്കണം. എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ ഒരു പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ജെസ്സി പ്രസവിച്ച് കിടക്കുകയാണ്. അമ്മയും കുഞ്ഞും കിടക്കുന്ന സമയത്തൊരു ഭേബ ജെസ്സിയെയും കൊച്ചിനെയും കാണാൻ ചെന്നു. ഭേബ തിരിച്ചു വരുന്ന സമയത്തൊരു ഓമന വഴിയിൽ വെച്ച് ഭേബായെ കണ്ടു. ഭേബായോട് ചോദിച്ചു, ഭേബ മോളെ എവിടെ പോയതാടി? ഉടനെ അമ്മാമ്മേ ഇന്നിടത്തെ ജെസ്സി ആൻറ്റി പ്രസവിച്ചു, കൊച്ചിനെ കാണാൻ പോയതാ. ഉടനെ ഓമനയുടെ ചോദ്യം, ആഹാ പ്രസവിച്ചു. കൊച്ചാണാണോ പെണ്ണാണോ? ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. അവിടെ കൊണ്ട് സംസാരം നിർത്തേണ്ടതാ. പക്ഷെ ചില ഓമനമാരെ കിട്ടിയാൽ അന്നത്തെ ദിവസം പോക്കാം. അടുത്ത ചോദ്യം, കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ? പിന്നെ ജനിച്ച ഉടനെ അറിയാൻ പോവല്ലേ വെളുത്തതാണോ കറുത്തത്. അടുത്തത്, വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞ കുശുമ്പ് മൂത്തിട്ട് അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ കറുത്തതാണോ? അടുത്തത്, അപ്പൻ്റെ മുഖച്ചായാണോ അമ്മയുടെ മുഖച്ചായാണോ? വേറെ ചിലരാണെങ്കിൽ അപ്പം വീട്ടുകാരുടെ മുഖച്ചായാണോ അമ്മ വീട്ടുകാരുടെ മുഖച്ചായാണോ? ആണാണോ പെണ്ണാണോ? വെളുത്തതാണോ കറുത്തതാണോ? അപ്പൻ്റെ മുഖച്ചായാണോ അമ്മയുടെ മുഖച്ചായാണോ? അപ്പം വീട്ടുകാരുടെ മുഖച്ചായാണോ അമ്മ വീട്ടുകാരുടെ മുഖച്ചായാണോ? എത്ര കിള്ളിക്കിഴിഞ്ഞ് കാര്യങ്ങൾ തിരക്കുന്നവരാണെങ്കിലും കുഞ്ഞെ ആ കൊച്ചിനെ എന്തോ തുണി കൊണ്ടാ പൊതിഞ്ഞിരിക്കുന്നതെന്ന് ആരും ഇതുവരെ ചോദിച്ചതായി ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. ഒരു കൊച്ചുണ്ടാകുമ്പം ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിയും. അതൊരു സാധാരണ കാര്യമാണ്, അതെടുത്തു ചോദിക്കേണ്ടത്ര ഗൗരവമായ കാര്യമല്ല. എന്നാൽ ഒരു നവജാത ശിശുവിൻ്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്ര രേഖയുണ്ട്. അവനെ എന്തു തുണി കൊണ്ടാ പൊതിഞ്ഞിരുന്നതെന്ന്. ആ 2 വാക്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അടിവരയിട്ട് ഞാൻ പറയുന്നു, അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അടുത്തത്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. 12-ാമത്തെ വാക്യം, നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിയും. അതൊരു സ്വാഭാവിക കാര്യമാണ്. അത് വലിയ സംഭവമൊന്നുമല്ല. അത് വലിയ സംഭവമല്ലെങ്കിൽ, അത് സ്വാഭാവിക കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുമ്പോൾ അവനെ ശീലകൾ ചുറ്റി കാലിത്തൊഴുത്തിൽ കിടത്തി എന്നെടുത്തെഴുതി? അതെഴുതാനുള്ള കാരണം ഞാൻ പറയാം. ആ ശീലകൾ ചുറ്റപ്പെട്ട് കിടത്തപ്പെട്ടിരിക്കുന്ന നവജാത ശിശുവുണ്ടല്ലോ, ഇദ്ദേഹം പണ്ടിങ്ങനെയായിരുന്നില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു? വായിക്കാം. 104-ാം സങ്കീർത്തനം, വളരെ പെട്ടെന്ന്. 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. കരങ്ങളുയർത്തി ശക്തമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങേറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മഹത്വമണിഞ്ഞവൻ, തേജസ് അണിഞ്ഞിരുന്നവൻ, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ, ആ പ്രകാശം ഉപേക്ഷിച്ച്, ആ മഹത്വം വേണ്ടെന്ന് വെച്ച്, ആ തേജസ് വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾ ചുറ്റപ്പെട്ട് കിടത്തപ്പെട്ടതിൻ്റെ പേര് മനുഷ്യ. നിന്നോട് ദൈവം കാണിച്ച അതുല്യമായ സ്നേഹത്തിൻ്റെ ഉന്നതമായ വെളിപ്പാടെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ ആധാരം തുറന്ന് ആമേൻ പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പം കൂടെ ശാന്തമായി ഞാനൊന്ന് വ്യക്തമാക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട. 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങി
പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് തമ്മിൽ പറഞ്ഞാർക്കുകയാണ്. അവരാർക്കുമ്പോൾ പറയുന്നു, ആ മഹത്വവാനായ ദൈവത്തിൻ്റെ മഹത്വം മുഴുഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആരാ ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന? സാറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് തമ്മിൽ പറഞ്ഞാർക്കുന്ന മുഴുഭൂമിയിലും തൻ്റെ മഹത്വം വെച്ചിട്ടുള്ള ആ തേജസ് വാരിച്ചുട്ടിയ വ്യക്തിപ്രഭാവം ആരാ? അതാരാണെന്നറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 12-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ആരുടെ തേജസ് കണ്ടു? യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. എപ്പോൾ കണ്ടു? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി, തേജസ് വാരി ചുട്ടിയവനായി, മുഴുഭൂമിയിലും തൻ്റെ മഹത്വം വയ്ക്കപ്പെട്ടവനായി, ദൂതന്മാർ തമ്മിൽ പറഞ്ഞാർത്ഥാരാധിക്കുന്നവനായി യേശുവിനെ കണ്ടു. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, രക്ഷിതാവേ, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനവും അനന്തകോടി ദൂതന്മാരെയും സ്വർഗത്തെയും തേജസ്സും മഹത്വവും വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾ ചുറ്റപ്പെട്ട് കിടത്തപ്പെടാനുള്ള കാരണമെന്താ? അതിന് യേശുവിന് ഇന്ന് രാത്രി പറയാനുള്ള മറുപടി, KJ തോമസേ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം വേണ്ടെന്ന് വെക്കാൻ, തേജസ് വേണ്ടെന്ന് വെക്കാൻ, ദൂതന്മാരെ വേണ്ടെന്ന് വെക്കാൻ, സ്വർഗം വേണ്ടെന്ന് വെക്കാൻ, മഹത്വം വേണ്ടെന്ന് വെക്കാൻ, തേജസ് വേണ്ടെന്ന് വെക്കാൻ, ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾ ചുറ്റപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി നിന്നോടുള്ള സ്നേഹമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആധാരം തുറന്ന് ആമേൻ പറയാൻ പറ്റും? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ട്? എനിക്ക് വേണ്ടി ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം അവൻ വേണ്ടെന്ന് വെച്ചെങ്കിൽ എന്തിനാ വെറുതെ കസാരയ്ക്ക് അടിപടി കൂടുന്നേ? ഒരു സ്തോത്രം ഒന്ന് പറ. സന്തോഷത്തോടെ നല്ല കര ഉയർത്തുന്ന സ്തോത്രം പറ. എന്നോടുള്ള സ്നേഹം നിമിത്തം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം അവൻ എനിക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചെങ്കിൽ, മൂല്യങ്ങൾ മറന്ന്, പ്രമാണം മറന്ന്, മനസാക്ഷിയെ വഞ്ചിച്ച്, ദൈവത്തെ മറന്ന്, ദൈവം നിന്നെ രക്ഷിച്ചതും ദൈവം നിന്നെ ശുദ്ധീകരിച്ചതും തൻ്റെ പുത്രനെ നിനക്ക് തന്നതും തൻ്റെ വിലയേറിയ രക്തം നിനക്ക് മറുവിലയായി തന്നതും മറന്ന് ദൈവത്തോട് നന്ദിയില്ലാതെ ഇന്ന് രാത്രി അധികാരങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ ഇടവരാതെ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി സമർപ്പിക്കാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായവർ മാത്രം ആർത്ത കരമുയർത്തി ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. അല്പം കൂടെ വ്യക്തമായിക്കോട്ടെ. ശലോമോൻ യെരൂശലേം ദൈവാലയം സമർപ്പിക്കാൻ നേരം പറയാ, ദൈവമേ, അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങിയിരിക്കുന്നവനല്ല. യെശയ്യാവിലൂടെ ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുക, സ്വർഗം എൻ്റെ സിംഹാസന, ഭൂമി എൻ്റെ പാദവിട. ഈ ബ്രഹ്മാണ്ട കടാകത്തിലെങ്ങും ഒതുക്കാൻ പറ്റുന്നവനല്ല നമ്മുടെ ദൈവം. എത്ര പേർക്ക് ഈ വാക്കിലൊക്കെ ആമേൻ പറയാൻ പറ്റും? ഈ ബ്രഹ്മാണ്ട കടാകത്തിലെങ്ങും ഒതുക്കാൻ പറ്റുന്നവനല്ലെന്ന് നാം ആരാധിക്കുന്ന ദൈവം. മനസ്സിലായവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി സ്തോത്രം ചെയ്യുക. ആ തിരിച്ചറിവില ശലോമോൻ പറയുക, അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങിയിരിക്കുന്നവനല്ല. സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. യെശയ്യാവ് പറയുക, പക്ഷേ ഈ ബ്രഹ്മാണ്ട കടാകത്തിലെങ്ങും ഒതുങ്ങാത്തവൻ, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായവൻ,
ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിൻ്റെ ഗർഭപാത്രത്തിനകത്തെ ഒരു മനുഷ്യ ഭ്രൂണമായി തന്നെത്താൻ ഒതുങ്ങി. ഈ ബ്രഹ്മാണ്ട കടാകത്തിലെങ്ങും ഒതുങ്ങപ്പെടാത്ത എൻ്റെ ദൈവം, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായവൻ, എന്നോടുള്ള സ്നേഹം നിമിത്തം ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിൻ്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ ഭ്രൂണമായി തന്നെത്താൻ ഒതുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം? അതിനൊക്കെ സ്തോത്രം പറയാനല്ലേ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വന്നത്? അഭിഷക്തന്മാർ ഇന്ന് രാത്രി ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദൈവമക്കൾ ഇന്ന് രാത്രി ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അധരം തുറന്ന് അഭിഷേകത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഒരു പദം അവിടെ നിന്ന് പറഞ്ഞോട്ടെ. എന്നോടുള്ള സ്നേഹം നിമിത്തം ഈ ബ്രഹ്മാണ്ട കടാകത്തിലെങ്ങും ഒതുങ്ങാത്തവൻ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിൻ്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യഭ്രൂണമായി ഒതുങ്ങിയെങ്കിൽ അവന് വേണ്ടി കുറച്ചങ്ങ് ഒതുങ്ങിക്കൂടെ? എന്നെ അങ്ങനെ ആരും ഒതുക്കാവുന്നൊന്നും, എന്നെ ഒതുക്കിയവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും അഹങ്കാരം പറയരുത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ കണിക നിന്റെ അകത്ത് വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ ഒതുക്കാമെന്നല്ല, ഒതുക്കാൻ പ്രാപ്തിയുണ്ടെങ്കിലും അവസരമുണ്ടെങ്കിലും എന്നെ സ്നേഹിച്ച കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം സ്വയം ഒതുങ്ങുന്നതാണ് ആത്മീയതയുടെ മാനദണ്ഡമെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ നല്ല മനോഭാവം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആധാരം തുറന്ന് ഈ വാക്കിന് ഇന്ന് രാത്രി ആമേൻ പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പാടാണ്. ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാത്രി സന്ദേശം ശ്രദ്ധിക്കുന്ന മാന്യമിത്രങ്ങളോട് ഞാൻ പറയുന്നു, മനുഷ്യ, താങ്കളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ദൈവം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖലയാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തു എന്നിന്ന് രാത്രി ഞാൻ ഉറക്കെ പറയുമ്പോൾ ആവേശത്തോടെ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ അകത്ത് കരുത്തുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ രണ്ടാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ സംബന്ധിച്ച് രണ്ട് സവിശേഷ ചിന്തകൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൈമാറുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു ദയാവധമായിരുന്നില്ല. വായിക്കാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. യോഹന്നാൻ 19, 31 മുതൽ 34 വരെ. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കുന്നത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോട് കൂടെയുള്ള ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഒരു നല്ല ആമേൻ എന്ന് പറയാമോ? പോരാ, ശബ്ദമുയർത്തിയോട് നല്ല ആമേൻ പറയാം. ആ ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിനെ ക്രൂശിച്ചു, ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചു. പീലാത്തോസിന്റെ അടുക്കൽ യഹൂദന്മാർ വന്ന് പറയുകയാണ്, ഈ ശബത്ത് വലിയത്, ഇന്ന് ഒരുക്കനാൾ. ക്രൂശിൽ ഈ ദിവസം ശരീരങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് 3 പേരുടെയും കാൽ ഒടിച്ച് ക്രൂശിൽ നിന്ന് ശരീരങ്ങൾ ഇറക്കണം. അവർ പറഞ്ഞത് ശരിയാണ്. സാധാരണമായി ക്രൂശിക്കപ്പെടുന്ന ആരും 2 ദിവസത്തിൽ താഴെ മരിക്കാറില്ല, 5 ദിവസത്തിൽ കൂടുതൽ ക്രൂശിൽ കിടക്കാറുമില്ല.
2 ദിവസത്തിൽ താഴെ മരിക്കാറില്ല, 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറുമില്ല. 2 ദിവസത്തിനും 5 ദിവസത്തിനും ഇടയ്ക്ക് ഇവർ മരിക്കും. അത് പ്രാകൃതമായ മരണമാണ്, ഭീവത്സമായ മരണമാണ്. ആകാശത്ത് കൂടെ പറക്കുന്ന പക്ഷികൾ ഇവരുടെ മാംസം കൊത്തിപ്പറിച്ച് അതിവികൃതമായ നിലയിലുള്ള മരണമാണ് സാധാരണ സംഭവിക്കുക. അതുകൊണ്ട് യഹൂദന്മാർ പറഞ്ഞു, മരിക്കാൻ സമയമായിട്ടില്ല. 3 പേരുടെയും കാൽ ഒടിച്ച് ശരീരങ്ങൾ ക്രൂശിൽ നിന്നിറക്കണം. പീലാത്തോസ് പടയാളികളെ വിളിച്ചിട്ട് പറഞ്ഞു, 3 പേരുടെയും കാൽ ഒടിച്ച് ക്രൂശിൽ നിന്ന് ശരീരങ്ങൾ ഇറക്കുക. പീലാത്തോസിന്റെ കോടതിയുടെ വിധി നടപ്പിലാക്കാൻ പടയാളികൾ വന്നു. ആ ഭാഗം ശ്രദ്ധിച്ചു പഠിച്ചാൽ, 1-ാമത്തവന്റെ കാലൊടിച്ചു, 3-ാമത്തവന്റെയും കാലൊടിച്ചെന്ന്. എങ്ങനെ പറയേണ്ടത്? 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തവന്റെയും കാലൊടിച്ചെന്നല്ലേ? 1, 2, 3 എന്നല്ലേ ക്രമമനുസരിച്ച് കാലൊടിക്കുക. ഇവിടെ ക്രമം തെറ്റി. എങ്ങനെ ക്രമം തെറ്റിയത്? 1-ാമത്തവന്റെ കാലൊടിച്ചിട്ട് 2-ാമത്തവന്റെ അടുക്കൽ അല്ല വന്നത്, പിന്നെ 3-ാമത്തവന്റെ അടുക്കൽ പോയി. വലത്തുനിന്ന് തുടങ്ങിയാലും ഇടത്തുനിന്ന് തുടങ്ങിയാലും നടുക്ക് കിടക്കുന്നത് യേശുവാണ്. 1-ാമത്തവന്റെ കാലൊടിച്ച് 3-ാമത്തവന്റെ കാലൊടിച്ച് നടുക്ക് കിടക്കുന്ന യേശുവിന്റെ അടുക്ക് വന്നപ്പോൾ അവർക്കൊരു ചിന്ത, ജീവനുണ്ടോ അതോ മരിച്ചോ എന്നൊന്നും നോക്കിയേക്ക. ജീവനില്ല, മരിച്ചു എന്ന് കണ്ടിട്ട് കാലൊടിച്ചില്ല. എന്താ പീലാത്തോസ് പറഞ്ഞത്? 3 പേരുടെയും അടുക്കൽ പോകണം, ജീവനുണ്ടോ അതോ മരിച്ചോ എന്ന് നോക്കണം. ജീവനുണ്ടെങ്കിൽ കാലൊടിച്ച് ക്രൂശിൽ നിന്ന് ഇറക്കണം, മരിക്കുകയാണെങ്കിൽ കാലൊടിക്കണ്ട. ഇങ്ങനൊന്നും പീലാത്തോസ് പറഞ്ഞില്ലല്ലോ. പീലാത്തോസ് എന്താ പറഞ്ഞത്? 3 പേരുടെയും കാൽ ഒടിച്ച് ശരീരങ്ങൾ ക്രൂശിൽ നിന്ന് ഇറക്കുക. കോടതിയുടെ വിധി അതുപോലെ നടപ്പിലാക്കേണ്ടതാണ്. നടപ്പിലാക്കുന്നയാൾക്ക് അതിലൊരു ഭേദഗതിയും വരുത്താൻ അനുവാദമില്ല. കോടതിയുടെ വിധി അതുപോലെ നടപ്പിലാക്കേണ്ടതാണ്. കാലൊടിക്കാനാണ് കോടതിയുടെ ഉത്തരവ്, കാലൊടിക്കാനാണ് ഇവർ വന്നത്. പക്ഷേ യേശുവിൻ്റെ കാലൊടിച്ചില്ല. എന്താ ഒടിക്കാഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയാം. നടുക്ക് കിടക്കുന്നവൻ്റെ മേൽ ഒരു വാഗ്ദത്തം കിടക്കുക. എന്താ വാഗ്ദത്തം? അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ലെന്ന് വാഗ്ദത്തമുണ്ടെങ്കിൽ പീലാത്തോസിന്റെ കോടതി വിധി പറഞ്ഞാലും അത് നടപ്പിലാക്കാൻ പടയാളികൾ വന്നാലും കാര്യം നടക്കുകയല്ല. കാരണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പീലാത്തോസ് അല്ല, വിധി നടപ്പിലാക്കാൻ വന്ന പടയാളികളല്ല. കാര്യങ്ങളുടെ കടിഞ്ഞാണുള്ളത് സർവശക്തനായ ദൈവത്തിന്റെ കയ്യില. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ആധാരം തുറന്ന് ഒരുപോലെ വിളിച്ചു പറ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ ഇന്ന് രാത്രി നിന്നെ എത്ര ഭയപ്പെടുത്തിയാലും ആധാരം തുറന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഉറക്ക വിളിച്ചു പറയും, നീ എത്ര കലങ്ങി മറിഞ്ഞാലും, നീ എത്ര ഇളകി മറിഞ്ഞാലും, ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ആധാരം തുറന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ കാലൊടിച്ചില്ല, കാലൊടിക്കാതെ തിരിച്ചു പോകാൻ നേരത്ത് ഒരുത്തനൊരു തോന്നല്, കാലോ ഒടിക്കാൻ പറ്റിയില്ല, എന്നാലൊരു കുത്തെങ്കിലും കൊടുത്തേക്കാം. കുത്താൻ ആരെങ്കിലും നിന്നോട് പറഞ്ഞു? ഇല്ല. നിന്നോട് എന്നാ പറഞ്ഞേ? കാലൊടിക്കാനാ പറഞ്ഞേ. എന്തിനാ വന്നേ? കാലൊടിക്കാനാ വന്നേ. വന്നത് നടത്തിയില്ല, പറഞ്ഞത് ചെയ്തില്ല, പറയാത്തത് കയറി ചെയ്തു. കാലൊടിക്കാൻ വന്നവൻ കാലൊടിക്കാതെ കുത്താൻ പറയാൻ ചെന്നിട്ട് അവൻ കയറി കുത്തി. എന്താ കുത്താൻ കാരണം? പറയാം. നടുക്ക് കിടക്കുന്നവൻ്റെ മേലൊരു വാഗ്ദത്തം കിടക്കുക. എന്താ വാഗ്ദത്തം? അവർ കുത്തിയവങ്കിലേക്ക് നോക്കും, അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന വാഗ്ദത്തം നിറവേറാൻ ഇവിടെ ഒരു സാധ്യതയില്ല, സാഹചര്യമില്ല. കാരണം വാഗ്ദത്തം നിറവേറ്റേണ്ട യേശു മരിച്ചു, അല്ലേ? മരിച്ചു പോയില്ലേ? ഇനി ആ വാഗ്ദത്തം എങ്ങനെ നടക്കുക? അത് നടക്കാനൊരു സാധ്യതയും അവിടെ ഇല്ല, സാഹചര്യവും അവിടെ ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, സാധ്യത ഇല്ലേലും സാഹചര്യം ഇല്ലേലും പറഞ്ഞത് ദൈവമാണെങ്കിൽ സാധ്യതകൾ ഇല്ലാത്തടത്ത് സാധ്യതകളെ വിളിച്ചു വരുത്താൻ, സാഹചര്യങ്ങൾ ഇല്ലാത്തടത്ത് സാഹചര്യങ്ങളെ ഒരുക്കി തരാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് കെ.ജെ. തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന പറയുമ്പം ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ നിന്റെ മേൽ മുഴങ്ങിക്കേട്ട പല വാഗ്ദത്തങ്ങളും നിറവേറാൻ ഇനി സാധ്യതകളില്ല, ഇനി സാഹചര്യങ്ങളില്ലെന്ന് പറഞ്ഞ് നെടുവീർപ്പോട് ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നു, നിരാശകളെ ഇന്ന് രാത്രി കുടഞ്ഞെറിഞ്ഞുകളാ. ആധാരം തുറന്നു സ്തോത്രം ചെയ്ത് പറ, പറഞ്ഞത് ദൈവമാണെങ്കിൽ സാധ്യതകളില്ലാത്തടത്ത്
സാധ്യതകളെ ഒരുക്കി തരാൻ, സാഹചര്യങ്ങൾ ഇല്ലാത്തടത്ത് സാഹചര്യങ്ങളെ വിളിച്ചു വരുത്താൻ എൻ്റെ ദൈവത്തിന് പറ്റോ? അതിന് ആമേൻ പറയാൻ അകത്ത് കൃപയുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു തെളിവ് ഞാൻ പറയാം. യാക്കോബ് യോസേപ്പിനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അയച്ചു. ശേഖേമിൽ പോയി. സഹോദരന്മാർക്ക് സുഖാണോ? ആടുകളൊക്കെ നന്നായിരിക്കുന്നു നോക്കിയിട്ട് വരാൻ പറഞ്ഞു. യോസേപ്പ് ശേഖേമിൽ സഹോദരന്മാരെ അന്വേഷിച്ച് വന്നു. പക്ഷേ സഹോദരന്മാരെ കാണാനില്ല. അവരെവിടെ പോയെന്നറിയാതെ അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടക്കുമ്പം ഒരാൾ വന്ന് ചോദിച്ചു, എന്തോ പറ്റി, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അപ്പം പറഞ്ഞിട്ട് വന്ന ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് വന്ന സഹോദരന്മാരെ അന്വേഷിച്ച് വന്നതാ, ഷേഖേമിലുണ്ടെന്ന് അപ്പം പറഞ്ഞത്, പക്ഷേ അവരെ കാണാനില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരന്മാർ പറയുന്നത് ഞാൻ കേട്ടു, നമുക്ക് ദോഥാനിലേക്ക് പോകാമെന്ന്. അപ്പം കേട്ടവനെ തന്നെ ദൈവം യോസേപ്പിൻ്റെ മുമ്പിൽ വരുത്തി. ഇന്ന് രാത്രി പിടിച്ചു നിൽക്കേ, ഉത്തരമില്ലാത്തൊരു ശോധന എൻ്റെ ദൈവം നിനക്ക് തരികയില്ല. അധികം നാൾ ഉത്തരമില്ലാതെ നീ അലയാൻ ദൈവം അനുവദിക്കുകയില്ല. നീ ഭാരപ്പെടുന്ന മാനുഷികമായി ഉത്തരമില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്താൽ ഒരു ക്രമീകരണം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വരുമെന്ന് ഇന്ന് രാത്രി ഞാനല്ല, ആത്മാവ് വീരൽ ചൂണ്ടി ആലോചന കൈമാറുമ്പോൾ ആ തരം തുറന്ന് ആമേൻ പറയാൻ അകത്ത് കൃപയുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. സഹോദരന്മാർ യോസേപ്പ് ശേഖേമിൽ വരുന്നതിന് മുമ്പ് ദോഥാനിലേക്ക് സ്ഥലം മാറിപ്പോയി. എന്തിനാ ദൈവം അവരെ പറിച്ചു നട്ടത് ശേഖേമിൽ നിന്ന് ദോഥാനിലേക്ക്? യോസേപ്പ്, നിനക്ക് മിസ്രൈമിലേക്ക് പോകാൻ തമ്പുരാൻ വഴി വെട്ടിയിട്ടിരിക്കുന്നത് ശേഖേമിലല്ല, ദോഥാനില. മിസ്രൈമ്യ കച്ചവടക്കാർ വരുന്നത് ശേഖേം വഴിയല്ല, ദോഥാൻ വഴിയാ. തമ്പുരാൻ നിനക്ക് വേണ്ടി വെട്ടിയ വഴിയിൽ നീ ചെല്ലാൻ, ദൈവത്താൽ നിനക്ക് വേണ്ടി മിസ്രൈമിലേക്ക് പോകാൻ ഒരുക്കപ്പെട്ട മുഖാന്തരത്തിലേക്ക് നീ ചെല്ലാൻ, ശേഖേമിൽ നിന്ന് നീ വരുന്നതിന് മുമ്പ് നിന്റെ സഹോദരന്മാർ ദോഥാനിലേക്ക് പറിച്ചു നട്ടതിൻ്റെ പിന്നിൽ ചലിച്ച ഒരു കരമുണ്ട്. അതാണ് സർവശക്തനായ എൻ്റെ ദൈവത്തിൻ്റെ കരമെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ദൈവമക്കൾ സ്തോത്രം പറ. ഇന്ന് നീ അനുഭവിക്കുന്ന ചില വേദനകളുടെ നടുവിൽ, ചില നൊമ്പരങ്ങളുടെ നടുവിൽ, ചില ശോധനകളുടെ നടുവിൽ നിന്നെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ നിത്യപദ്ധതിയിലേക്ക് നിന്റെ ഗതി തിരിച്ചുവിടാനുള്ള ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുമ്പോൾ സങ്കടം മറന്ന് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോളാൻ ആത്മാവ് ആലോചന കൈമാറുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. യോസേപ്പ് അങ്ങോട്ട് ചെല്ലുമ്പോൾ 10 സഹോദരന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞു, വേണ്ട സ്വപ്നക്കാരൻ വരുന്നു, കൊന്നേക്കാം, അവൻ്റെ സ്വപ്നം എന്താകും നോക്കാം. പക്ഷേ അവിടെ ഒരു രൂപേനെ ദൈവവും ഉപയോഗിച്ചു. രൂപേൻ പറഞ്ഞ്, എന്തിനാ അവനെ കൊല്ലുന്നേ? ഒരു കുഴി അവിടെ ചുമ്മാ കിടക്കുക, ആ കിണറ്റിലേക്ക് ഇട്ടേക്കാം, പൊട്ടക്കുഴിയിലേക്ക് ഇട്ടേക്കാം. രൂപേൻ്റെ അകത്തെ ചിന്ത, ഇവർ കാണാതെ യോസേപ്പിനെ കുഴിയിൽ നിന്ന് സുരക്ഷിതനായി കയറ്റി അപ്പൻ്റെ അടുക്ക കൊണ്ട് കൊടുക്കണം. അവിടെ ഒരു രൂപേനെ ദൈവം ഉപയോഗിച്ചു. 9 പേരും പറഞ്ഞു, എന്നാൽ പിന്നെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ അവരുടെ കുഴിയിലിട്ടേക്കാം. കുഴിയിലിട്ട് കഴിഞ്ഞപ്പോഴേ രൂപേൻ തല പുകഞ്ഞ് ആലോചിച്ച് നടക്കുക, 9 പേരെ എങ്ങനെ മാറ്റാം, യോസേപ്പിനെ എങ്ങനെ കയറ്റാം? ഈ 9 പേരെ എന്തോ സൂത്രം പറഞ്ഞാൽ ഇവിടെ നിന്നൊന്നും മാറ്റുക. ആ തന്ത്രവും ആലോചിച്ച് രൂപേൻ നടക്കുമ്പോഴാണ് കച്ചവടക്കാർ വരുന്നത്. പക്ഷേ രൂപേൻ ഇവരെ മാറ്റാൻ പറ്റിയില്ല. സമയമായപ്പോൾ തമ്പുരാൻ രൂപേനെ മാറ്റി. ഒരു നല്ല ആമേൻ പറ. അവിടെ ദൈവം യഹൂദായെ ഉപയോഗിച്ചു. യഹൂദ ഇവരോട് ചോദിച്ച്, 8 പേരോട് ചോദിച്ച്, എന്തിനാ ചെറുക്കനെ വെറുതെ കുഴിയിലിട്ടേക്കുന്നത്? നമുക്കും ഗുണമില്ല, അവനും പറയാം. അതുകൊണ്ട് ഇവർക്ക് നമുക്ക് വിറ്റേക്കാം. അങ്ങനെ വിൽപ്പന നടന്നു കേട്ടോ. വിൽപ്പന നടന്നു കഴിഞ്ഞപ്പോഴാണ് രൂപേൻ വന്ന് കുഴിയിലോട്ട് നോക്കിയത്. കുഴി നോക്കിയപ്പം ബാലനെ കാണാനില്ല, യോസേപ്പിനെ കാണാനില്ല. ഉടനെ അവൻ വസ്ത്രം കീറിക്കൊണ്ട് സഹോദരന്മാരോട് ചോദിക്കുക, നിങ്ങൾ ബാലനെ എന്ത് ചെയ്തു? അവനെ കൊന്നുകളഞ്ഞോ? അപ്പനോട് ഞാൻ എന്തു സമാധാനം പറയും? എന്താ അതിൻ്റെ അർത്ഥം? വിൽപ്പന നടക്കുമ്പോൾ രൂപേനില്ല, രൂപേൻ ഉണ്ടെങ്കിൽ വിൽപ്പന നടക്കില്ല. അപ്പൊ രൂപേനെ ഉപയോഗിക്കേണ്ടിടത്ത് രൂപേനെ ഉപയോഗിക്കാനും, രൂപേനെ മാറ്റി നിർത്തേണ്ടിടത്ത് രൂപേനെ മാറ്റി
നിർത്താനും യഹൂദായെ ഉപയോഗിക്കേണ്ടിടത്ത് യഹൂദായെ ഉപയോഗിക്കാനും എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇത്ര നന്നായി കാര്യം കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളൊരു ദൈവത്തെയാ ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്നതെങ്കിൽ, നാം ശുശ്രൂഷിക്കുന്നതെങ്കിൽ, നാം ആരാധിക്കുന്നതെങ്കിൽ എന്തിനാ ഇന്ന് രാത്രി ടെൻഷൻ? എല്ലാ ടെൻഷനും മറന്ന് ദൈവമൊക്കെ സ്തോത്രം ചെയ്തു പറ, എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ തലമുറയുടെ കാര്യം, എൻ്റെ മിനിസ്ട്രിയുടെ കാര്യം, എൻ്റെ സഭയുടെ കാര്യം എന്നേക്കാൾ നന്നായി കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളൊരു ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. സന്തോഷത്തോടെ ആദരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം കുന്തം കൊണ്ട് കുത്തി അതാ പറഞ്ഞ വാഗ്ദത്തം നിറവേറാനാണ്. വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. അല്പം കൂടെ വേദന തിന്നേണ്ടതായിരുന്നു, അല്പം കൂടെ തീ തിന്നേണ്ടതായിരുന്നു. പക്ഷെ അധികം വേദന തിന്നാതെ ഞങ്ങളുടെ കരുണ കൊണ്ട് ഞങ്ങൾ കാലൊടിച്ച് സമയത്തിന് മുമ്പ് കൊന്നു. അതുകൊണ്ട് അധികം വേദന തിന്നില്ലെന്ന് ആരും അവകാശം പറയാൻ ഇട കൊടുക്കാതെ ഒരു നല്ല സ്തോത്രം എന്ന് പറയാവോ? മാനവവർഗത്തിന് വേണ്ടി അനുഭവിക്കേണ്ട മുഴുവൻ വേദനയും ആരുടെയും ഔദാര്യം കൈപ്പറ്റാതെ ക്രൂശിൽ അനുഭവിച്ച് മരിച്ചവന്റെ പേരാ നസ്രയനായ യേശുക്രിസ്തു എന്നു രാത്രി ഞാൻ ഉറക്കെ പറയുമ്പം അധരം തുറന്ന ആവേശത്തോടെ ആ കരമുയർത്തി സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ആവേശത്തോടെ സ്തോത്രം പറയുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു ദയാവധമല്ല. രണ്ട്, യേശുവിന്റെ ക്രൂശ് മരണം രക്ഷപ്പെടാൻ അവസരമില്ലാതിരുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതുമല്ല. ഇതിനൊക്കെ ഈ സ്തോത്രം മതിയോ? പോരാ, നിങ്ങളെ കരമുയർത്തി ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ല ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം രക്ഷപ്പെടാൻ അവസരമില്ലാതിരുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതുമല്ല. കുന്തവും പന്തവും വാളും വടിയുമായി നെഞ്ചു ഭരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഇപ്പൊ പിടിക്കാമെന്നും പറഞ്ഞ് പട്ടാളക്കാരും ചേവകരും കൂടെ വന്നു. എൻ്റെ കർത്താവ് സൗമ്യനായി ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തരുന്നത്? അവരുടെ മറുപടി വെല്ലുവിളി പോലെ, നസ്രയനായ യേശുവിനെ. അപ്പോൾ കർത്താവ് ശാന്തമായിട്ട് പറഞ്ഞു, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞതും എല്ലാം കൂടെ ബോധം കെട്ട് വീണു. സത്യം പറയാം, ഇവന്മാരെല്ലാം കൂടെ ബോധം കെട്ട് കിടക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണേലും തടി രക്ഷിച്ചേനെ. ഒരു നല്ല സ്തോത്രം എന്ന് പറ. എല്ലാവരും ബോധം കെട്ട് കിടക്കല്ലേ? ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് രക്ഷപ്പെടാനാണെങ്കിൽ രക്ഷപ്പെടത്തില്ലേ? പഴയ നിയമത്തിലുള്ള പ്രവാചകനുണ്ടല്ലോ, പേര് ഏലീശ എന്നാ. ആരാൻ രാജാവ് ഏലീശായെ പിടിക്കാൻ ആൾ വിട്ടു. ഉടനെ തമ്പുരാനോട് ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഇവരുടെ കണ്ണ് കുരുടാക്കണേ. ഇവന്മാരുടെ എല്ലാം കണ്ണ് അന്തായി. ഏലീശ ചോദിച്ചു, എന്തിനു വന്നാ? അപ്പോൾ ആരാൻ രാജാവ് പറഞ്ഞിട്ട് വന്ന ഒരു പ്രവാചകർ ഇവിടെ ഉണ്ട്, അങ്ങനെ പിടിക്കാൻ വന്ന. പേരെന്നാ? ഏലീശ. അയ്യോ, അങ്ങനെ ഇവിടെ ഇല്ല, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഈ കണ്ണ് കാണാൻ വയ്യാത്തവന്മാരെ കൊണ്ട് ഈ പ്രവാചകൻ ശമരയിൽ ചെന്നപ്പോൾ ഒറ്റ പ്രാർത്ഥന, ദൈവമേ ആ കാഴ്ച അങ്ങ് തിരിച്ചു കൊടുക്കണേ. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ചതിച്ചതാണ്. ഇസ്രായേൽ രാജാവ് വെട്ടാൻ വാളുമായിട്ട് ചാടുമ്പോൾ ഏലീശ പറഞ്ഞു, വെട്ടണ്ട, അപ്പവും വെള്ളവും കുടിച്ചത് അവൻ്റെ യജമാൻ്റെ വീട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ഏലീശായെ പിടിക്കാൻ ആരാം സൈന്യം വന്നപ്പോൾ കണ്ണന്ധമാക്കി രക്ഷപ്പെട്ടയാളാ ഏലീശ. എന്നാൽ എൻ്റെ രക്ഷിതാവിനെ പിടിക്കാൻ വന്നവര് ബോധം കെട്ട് കിടക്കുമ്പോൾ രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ടും രക്ഷപ്പെട്ടവനല്ല നസ്രയനായ യേശു ക്രിസ്തു എന്നു രാത്രി സ്തോത്രം ചെയ്ത് പറയുമ്പോൾ അധരം തുറന്ന് ആമേൻ പറയാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ആവേശത്തോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. യേശുവിനെ പിടിക്കാൻ നേരത്തും പത്രോസ് വാളുകൊണ്ട് ചാടി. യേശു പറഞ്ഞു, പത്രോസേ നിന്റെ വാൾ ഉറയിലിട്. നിന്റെ വിചാരം എന്നാ? എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ വാളിൻ്റെ വായ്ത്തലയുടെ പ്രയോഗം വേണമെന്നോ?
എൻ്റെ കുഞ്ഞെ, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിൻ്റെ വാളിൻ്റെ പ്രയോഗമൊന്നും വേണ്ട. ഞാനിപ്പം മുകളിലോട്ട് നോക്കിയാലുണ്ടല്ലോ 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തയ്യാറായി നിൽക്കുക. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000, 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000. 72,000 വേണ്ട, രണ്ടിങ്ങോട്ട് വന്നാൽ റോമൻ സാമ്രാജ്യം കാണുകയില്ല. സിഗ്നൽ കാത്ത് കഴിയുക ദൂതന്മാരെ ഇറക്കി. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനല്ല ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന, നാം പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവെന്ന് പറയുമ്പം ആവേശത്തോടെ ആധാരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ദൈവത്തെ പിടിക്കാൻ പറ്റുമോ, ദൈവത്തെ കൊല്ലാൻ പറ്റുമോ, ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമോ? സ്നേഹിതരെ, അവിടെ ഒരു ദൂതിയം പറഞ്ഞോട്ടെ. ദൈവത്തെ, യേശുവിനെ പിടിച്ചതല്ലാരും, യേശുവിനെ കൊന്നതല്ലാരും, യേശുവിൻ്റെ ജീവനെ ആരും എടുത്തതല്ല. ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് യേശു കൈ നീട്ടി കൊടുത്തതാണ്. യോഹന്നാൻ 10 ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രന് തൻ്റെ ജീവനെ കൊടുക്കാനും അതിനെ തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ മാന്യമിത്രമേ, യേശുവിൻ്റെ മരണം ഒരു രക്തസാക്ഷിത്വ മരണം അല്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല. അത് രക്തസാക്ഷിത്വ മരണമല്ലെങ്കിൽ, അത് ആക്സിഡന്റ് അല്ലെങ്കിൽ, അത് കൊലപാതകമല്ലെങ്കിൽ പിന്നെ അതെന്താണ്? അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തന്നതാണ്. ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തന്നതിനാൽ സ്നേഹമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണം രക്ഷപ്പെടാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതല്ല. മാനവവർഗത്തോടുള്ള സ്നേഹാധിക്യത്താൽ അവൻ തന്റെ ജീവനെ വെച്ചു തന്നതാകയാൽ ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായവർ പോരാർത്ഥ കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി സ്തോത്രം പറയാ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പാടാണ്. എൻ്റെ ദൈവത്തിന് മാനവവർഗത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ രണ്ടാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണമാണ്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഭാഗം ശ്രദ്ധിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്തിനു ദൈവം നമ്മെ സ്നേഹിച്ചു? രണ്ട് കാര്യത്തിന് സ്നേഹിച്ചു. ഒന്ന്, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. രണ്ട്, നിത്യജീവൻ തരാൻ സ്നേഹിച്ചു. എത്ര പേർക്ക് സന്തോഷത്തോടെ ആ വാക്കിന് ആമേൻ പറയാൻ പറ്റുമോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ച കാര്യം മനസ്സിലാക്കുക. എന്താ നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ, എന്താ നിത്യജീവൻ തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ, രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. ഞാൻ വ്യക്തമാക്കാം. എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്നതുകൊണ്ട് നമ്മളിൽ പലരും ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതമെന്നാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതമെന്നല്ല. എന്തുകൊണ്ടല്ല? സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല, അല്ലേ? സ്വർഗത്തിലും ജീവിതം തീരുന്നില്ല, നരകത്തിലും ജീവിതം തീരുന്നില്ല. രണ്ടും നിത്യമാണ്. രണ്ടും നിത്യമാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതമെന്നല്ല. പിന്നെന്താ നിത്യജീവൻ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയണം. മരണമെന്ന് പറഞ്ഞാൽ എന്താ? വേർപാടെന്നാ. മരണമെന്ന് പറഞ്ഞാൽ വേർപാടെന്നാണെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 3 ജീവനുണ്ട്, 3 മരണവുമുണ്ട്. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവൻ. എന്താ ശാരീരിക ജീവൻ? മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. രണ്ട്, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം? മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നതിന് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു. രണ്ട്, ആത്മീക ജീവൻ. എന്താ ആത്മീക ജീവൻ? രക്ഷാ നിർണയത്താൽ വീണ്ടും
ജനനത്താൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസത്താൽ ആത്മാവ് ജീവിപ്പിക്കപ്പെട്ട് ദൈവവുമായുള്ള സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരു ദൈവ പൈതൽ ഈ മണ്ണിൽ ജീവിക്കുന്ന ജീവിതമാണ് ആത്മീക ജീവൻ. അത് അനുഭവിക്കാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എടുത്ത് ഞാൻ പറയുന്നു, അത് വെപ്പുപല്ല് പോലെ അല്ല. വെപ്പുപല്ല് എപ്പോഴൊക്കെ ഉണ്ട്? കല്യാണത്തിനുണ്ട്, കൺവെൻഷനിലുണ്ട്, മാസയോഗത്തിലുണ്ട്, ഉപവാസ പ്രാർത്ഥനയിലും കാത്തിരിപ്പ് യോഗത്തിലും ഉണ്ട്. 4 പേര് കൂടുന്നിടത്തെല്ലാം വെപ്പുപല്ലുണ്ട്. പക്ഷെ ആരും കാണാനില്ലാത്തപ്പോൾ ഇവൻ വല്ല ലായനിയിലുമാണ്. ഇതുപോലെ ആത്മീക ജീവൻ 4 പേര് കൂടുന്നിടത്ത് കാട്ടിക്കൂട്ടുന്ന അഭിനയങ്ങളൊന്നും അല്ല. 24 മണിക്കൂറും 365 ദിവസവും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എന്നെ ഉള്ളതുപോലെ അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള എൻ്റെ നിരൂപണങ്ങൾ പോലും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവമാണ് ആത്മീക ജീവനെന്ന് ഇന്ന് രാത്രി തിരിച്ചറിവുള്ള ആ ബന്ധം അനുഭവിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആ തിരിച്ചറിവുണ്ടാകണം. അത് ആത്മീക ജീവൻ. 2 ആത്മീക മരണം. എന്താ ആത്മീക മരണം? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ധാരാളം പ്രാവശ്യം കേട്ടിട്ടും സുവിശേഷത്തിന്റെ നിർമ്മലമായ സത്യങ്ങൾ ദേശത്തെ കുടുംബങ്ങളിൽ വ്യക്തികളിൽ ശക്തമായി മുഴങ്ങിയിട്ടും ബോധപൂർവം അറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ, യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ സൗജന്യ രക്ഷാകര പദ്ധതിയെ തിരസ്കരിക്കുന്ന, ചവിട്ടിപ്പുറത്താക്കുന്ന, അത് വേണ്ടെന്ന് വയ്ക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മീക മരണം. എന്നാൽ എല്ലാ വർഷവും ഇവിടെ യോഗം നടത്താനുള്ള കാരണം ഇതൊരു ശക്തി പ്രകടനമായതുകൊണ്ടല്ല. പിന്നെ എന്താ കാരണമെന്നറിയാമോ? ആള് വന്നാലും വന്നില്ലേലും, ആള് കുറഞ്ഞാലും കൂടിയാലും യോഗം ഇങ്ങനെ നടക്കാൻ കാരണം ഞങ്ങൾക്കുറപ്പുണ്ട്. സുവിശേഷത്തിന്റെ ശക്തി. എന്താ സുവിശേഷത്തിന്റെ ശക്തി? ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നതാണ്. ഇത് മരണം മാറ്റി ജീവനിലേക്ക് മനുഷ്യാത്മാക്കളെ കടത്തുന്നതാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു വചനത്തിന് അതിന് ശക്തിയുണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റൊരിക്കൽ ആത്മീക മരണത്തിന്റെ കെട്ടുപൊട്ടിച്ച് മനുഷ്യാത്മാക്കളെ വിടുവിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ഈ ദേശങ്ങളിൽ വ്യാപരിക്കുമെന്ന് ഇന്ന് രാത്രി അകത്ത് തിളച്ചുമറിയുന്ന വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരുടെ കാര്യം ഞാൻ ഒന്നുകൂടെ ഇന്ന് രാത്രി കാണട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം പറയാ. മറക്കരുത്, അതാണ് ആത്മീക മരണം. 2 നിത്യജീവൻ. എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണാനന്തര ജീവിതം എന്താണെന്ന് അറിയണം. ഒരു നല്ല ആമേനെന്ന് പറ. നമ്മളെന്തിനാ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത്? എൻ്റെ പാസ്റ്ററെ അതെന്നാ ചോദ്യം. മുത്തോ പവിഴം മാണിക്യം മരതകം ഗോമേതകം പുഷ്യരാഗം ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണ്ണകളോടുകൂടെ തീർത്ത സ്വച്ഛസ്ഫടിക തുല്യമായ തങ്ക താഴുക കുടങ്ങളോട് കൂടിയ പുത്തനാ യെരൂശലേം അവിടെ. അപ്പം ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് പുത്തനാ യെരൂശലേം അവിടെ ഉള്ളതുകൊണ്ടാണ്. ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് സ്വർണ്ണ തെരുവീതി അവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ പൊന്മണി മാല അവൻ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് ചാടുമ്പം എനിക്കൊരു ടെൻഷനാണ്. കാരണം ഇവിടെ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ ഇച്ഛാഭംഗം നിമിത്തം ഇവിടോ പറ്റിയില്ല, അവിടെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആവേശത്തിലാണോ എന്നൊരു സംശയമില്ലാഴിയില്ല. അപ്പോൾ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് സ്വർണ്ണത്തെരുവീതി അവിടെ ഉള്ളതുകൊണ്ടാണ്. വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് നമ്മുടെ മൺമറിഞ്ഞ പിതാക്കന്മാരുടെ മാതാക്കളുടെ ആത്മാക്കളുള്ളതുകൊണ്ട്. നല്ല കാര്യം അതൊക്കെ, സത്യം പറയാം. വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് അമ്പമ്പോ സ്വർഗത്തോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളതുകൊണ്ടല്ല, നരകത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നരകമെന്ന് പറയുന്ന സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ആൾ കുറഞ്ഞേനെ. മനസാക്ഷിയോട് തൊട്ടായി പറയുന്നത്, മനസ്സിലാണ്. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പൗലോസ് എന്നാ പറയുന്നതെന്നറിയാവോ? വിട്ടുപിരിഞ്ഞാൽ, ഒന്ന് സ്തോത്രം ചെയ്തു, ശബ്ദം ഉയർത്തി പറ, വിട്ടുപിരിഞ്ഞാൽ
ക്രിസ്തുവിനോട് കൂടെ. പൗലോസിന് സ്വർഗമാകുന്നത് പുത്തനാമെറുശലേം അല്ല, സ്വർണ്ണത്തിന് വീതിയല്ല, വിശുദ്ധരുടെ ആത്മാക്കളല്ല, ദൂതന്മാരല്ല. പൗലോസിന് സ്വർഗമാകുന്നത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമാണ്. മനസ്സിലാകുന്നവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യുക. പൗലോസിന് സ്വർഗത്തെക്കാൾ വലുത് യേശുവാണ്. സ്തോത്രം. അടുത്ത ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നരകത്തെ നരകമാക്കുന്നത് നരകത്തിലെ പുഴുവല്ല, കൃമിയല്ല. നരകത്തിൽ പുഴുവുണ്ട്, കൃമിയുണ്ട്, തീയുണ്ട്, സത്യ. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നരകമാകുന്നത് പുഴുവുള്ളതല്ല, കൃമിയുള്ളതല്ല, തീയുള്ളതല്ല, യേശു ഇല്ലാത്തതാ. ഞാൻ വെറുതെ പറയില്ല, വായിച്ചേ ദാസനെ മടക്കിയ ബൈബിള് 2 തെസ്സലോനി 1:9. അതുകൊണ്ട് വായിച്ച് നിർത്തിയേക്കാം കേട്ടോ. സോറി, 2 തെസ്സലോനി 1:9. പ്രൈസ് ഗോഡ്. സ്തോത്രം. 2 തെസ്സലോനി 1:9. മൈക്ക് കൊടുന്ന് വായിച്ചോട്ട് വളരെ നന്ദി. മൈക്ക് കൊടുന്ന് വായിച്ചു 2 തെസ്സലോനി 1:9. ഹല്ലേലൂയ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സാന്നിധ്യവും സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്നു നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. മനസ്സിലായവരെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയുക. അപ്പം നരകത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന പേര് കണ്ടോ? നിത്യനാശമെന്ന ശിക്ഷാവിധി. ആ നിത്യനാശമെന്ന ശിക്ഷാവിധിയുടെ പ്രത്യേകത എന്താ? അവന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ശ്രദ്ധിക്കണേ, നശിച്ചു പോകാതിരിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ലളിതമായ അർത്ഥം ഇതാണ്: നരകത്തിൽ നിബന്ധിക്കാതിരിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. നരകത്തിന്റെ ഭയാനകത, യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇല്ല, യേശുവിന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം അവിടെ ഇല്ല. അത് അവിടെ ഇല്ലെന്ന് മാത്രമല്ല, നിത്യനാശമെന്ന ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, കർത്താവിന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം അനുഭവിക്കാൻ കഴിയാതെ എന്നേക്കും ദൈവത്തിന് നഷ്ടപ്പെട്ടവനായി ദൈവത്തിൽ നിന്ന് അകലുന്നതിന് പറയുന്ന പേരാണ് നിത്യനാശോ. മനസ്സിലായവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്തോത്രം ചെയ്യുക. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അതാർത്ഥം. അങ്ങനെയാണെങ്കിൽ നിത്യജീവനെ തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ, നിത്യനാശം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവവുമായി ബന്ധം പുലർത്താൻ കഴിയാതെ എന്നേക്കും ദൈവത്തിന് നഷ്ടപ്പെട്ടവനായി ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുന്നവനാണ് നിത്യനാശമെങ്കിൽ, നിത്യനരകമെങ്കിൽ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ, ഒരിക്കലും തീരാത്ത ജീവിതം എന്നതിനേക്കാൾ ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ നിത്യത മുഴുവൻ എൻ്റെ ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവനാണ് നിത്യജീവൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അല്പമെങ്കിലും മനസ്സിലായവർ ആ കരമടിച്ച് ആധാരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം പറയുക. ഒരൊറ്റ വ്യക്തി പോലും മൗനമായിരിക്കാതെ എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിക്കട്ടെ. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ചലിക്കട്ടെ. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ തരങ്ങളും ഇന്ന് രാത്രി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, നമ്മെ സ്നേഹിച്ച കർത്താവിനെ ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തി. അവന്റെ നാമത്താലുള്ള അത്ഭുത രോഗശാന്തി, അവന്റെ നാമത്താലുള്ള വിടുതൽ, അവന്റെ നാമത്താലുള്ള അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നടക്കട്ടെ.
ജനൽഖനാദന എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ഈ രാത്രി ഒരുമിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. ഏകദേശം 1.5 മണിക്കൂറോളം സുവിശേഷത്തിൻ്റെ ലളിതമായ സന്ദേശം ഈ ദേശത്തോട് ഞാൻ പറഞ്ഞു. എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, എൻ്റെ സഹോദരി, എൻ്റെ സഹോദര, ഇതിൽ കൂടുതൽ എങ്ങനെയാ സുവിശേഷം പറയുക? ദൈവം ഇതിൽ കൂടുതൽ എങ്ങനെയാ ഈ രാത്രി നിങ്ങളോട് ഇടപെടേണ്ടത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അനാദ്യ സ്നേഹമല്ലേ? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നിത്യ സ്നേഹമല്ലേ? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കാലേക്കുട്ടിയുള്ള സ്നേഹമല്ലേ? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതിരിക്കെ എന്നെ എൻ്റെ ദൈവം സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഞാൻ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്? അതിന് ആമേൻ പറയാൻ കൃപയുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരെ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവകൃപ അനുഭവിക്കാതെ മരിച്ചാൽ അത് നിത്യനാശത്തിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കണ്ണടച്ചാൽ ഇനി ഒരിക്കലും ദൈവ സാന്നിധ്യത്തെ, ദൈവത്തെ തിരിച്ചു കിട്ടാതെ എന്നേക്കുമായി ദൈവത്തിന് നഷ്ടപ്പെട്ടവനായി മാറും. അതാണ് നിത്യനാശം. എന്നാൽ നിത്യജീവൻ ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ നിത്യത മുഴുവൻ എൻ്റെ ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഏതു വേണം? ഈ രാത്രി നിങ്ങൾക്ക് ഏതു വേണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി ഹൃദയപൂർവ്വം അംഗീകരിക്കണം. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച് എന്നോടുള്ള സ്നേഹം നിമിത്തം എനിക്ക് വേണ്ടി മനുഷ്യനായി കാലിത്തൊഴുത്തിൽ ശീലകൾ ചുറ്റപ്പെട്ട് കിടത്തപ്പെട്ട് എൻ്റെ പാപങ്ങളും ശാപങ്ങളും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരം മരിച്ച് എന്നെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നോടുള്ള സ്നേഹം നിമിത്തം എനിക്ക് വേണ്ടി മണ്ണിൽ വന്ന രക്ഷിതാവായി ഈ രാത്രി യേശു ക്രിസ്തുവിനെ ഞാൻ അംഗീകരിക്കുന്നു. ആ അംഗീകാരമാണ്, ആ സ്വീകരണമാണ് നിത്യജീവന്റെ മാനദണ്ഡം. ഇന്ന് രാത്രി എത്ര പേര് സമ്മതിക്കും? ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്തൊരു നിത്യത എൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് കണ്ണടച്ചാൽ ഒരിക്കലും ഒരു മടങ്ങി വരവിന് അവസരമില്ലാത്ത നിത്യനാശത്തിലേക്കാണ് പോക്കെങ്കിൽ ഈ ജീവിതം, ഈ കൊച്ചു ജീവിതം സൂക്ഷിച്ച് ജീവിക്കേണ്ടതല്ലേ? ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? എത്ര പേരിന്ന് രാത്രി പറയും, ദൈവമേ എൻ്റെ നിത്യതയിൽ നിന്ന് എന്നെ അകറ്റാൻ സാധ്യതയുള്ള എല്ലാറ്റിനെയും ഇന്ന് രാത്രി എന്നിൽ നിന്നും മാറ്റി നിത്യതയ്ക്കായി എന്നെ ഒരുക്കണമേ, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആമേൻ സമർപ്പണമുള്ള പ്രിയപ്പെട്ടവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ കരം കാണട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ അറിയട്ടെ. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദി. ഞങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാകുന്നതല്ല മാനവവർഗത്തോട് അങ്ങ് കാണിച്ച അതുല്യമായ അങ്ങയുടെ സ്നേഹം. ഞങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും അത് മനസ്സിലാകില്ലെങ്കിലും അങ്ങയുടെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ആ ദൈവ സ്നേഹത്തിന്റെ വെളിപ്പാട് ഞങ്ങളുടെ അകത്തു തന്നതിനാൽ ഈ രാത്രി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ട ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളുടെ മേൽ ആഴമായ വെളിപ്പാട് കൊടുത്ത് ഇന്ന് രാത്രി ചിലരെ നിത്യജീവനായി ഒരുക്കണമേ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ കുറച്ചു പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ യോഗങ്ങൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനമൊക്കെ ദൈവാത്മാവ് ഞങ്ങൾക്ക് തരുന്നത്. അവരുടെ രക്ഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുതായി കരമുയർത്തിയിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അവരുടെ കരം പിടിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ സത്യമായ പ്രകാശനങ്ങൾ അധികം അവർക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന ഞങ്ങൾ കരം ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വെട്ടികളഞ്ഞ യേശാവിനെ പോലെ അഭക്തരാകാതെ നിത്യതയുടെ ഗൗരവം മനസ്സിലാക്കി നിത്യതയ്ക്കായി മണ്ണിൽ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ രാത്രി എന്നെയും ഈ മാന്യ ശ്രോതാക്കളെയും ഒരുമിച്ച് സമർപ്പിക്കുന്ന സെൻട്രനായി ഞങ്ങളുടെ വിലപ്പെട്ട ദാസനായി കുടുംബത്തിനായി സെൻട്രലിലെ പ്രാദേശിക സഭകൾ, ദൈവമക്കൾ, കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ എല്ലാവർക്കായി സ്തോത്രം. ഇവിടെ സന്നിഹിതരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ദൈവമേ ഇവിടുത്തെ മാന്യ ശ്രോതാക്കൾ എല്ലാവർക്കായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കും, ദുഃഖിതരെ ആശ്വസിപ്പിക്കും, ഈ ദേശനിവാസികളെ രക്ഷിക്കും. വിശേഷാൽ ഞങ്ങളുടെ പാലക്കാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഞങ്ങളുടെ ജില്ലകളിൽ സമാധാനം തരണമേ, സ്വസ്ഥത തരണമേ. കർത്താവേ, മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, കരുതാൻ നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ജനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനായി നന്ദി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ യോഗത്തിലേക്ക് വിളിച്ച് ശുശ്രൂഷിക്കാൻ അവസരം തന്ന കർത്തൃദാസനും കുടുംബത്തിനും സഭകൾക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.